വേണുഗോപാൽ സാർ, ഇവിടെ ഇതാ റഷ്യ വളരെ കൃത്യമായ ഒരു പ്രതികരണത്തിലേക്ക് മുതിർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേഷനായി നമുക്ക് ചേർത്ത് വെക്കേണ്ടി വരുന്നത്. അമേരിക്ക തന്നെ ഈ വിഷയത്തിൽ സൈനികമായി ഇടപെടൽ നടത്തുന്നതിനോട് യോജിപ്പും വിയോജിപ്പും ആ രാജ്യത്തിനകത്ത് തന്നെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വൈറ്റ് ഹൗസിൽ വലിയ പ്രതിഷേധങ്ങളടക്കം അരങ്ങേറിയ ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ട്രംപിൻ്റെ തീരുമാനം, അങ്ങനെ ഒരു സൈനികമായ ഇടപെടലിന് കൃത്യമായൊരു അമേരിക്ക മുതിർന്നാൽ അതിന് രാജ്യത്തിന് അകത്ത് നിന്ന് കൃത്യമായൊരു പിന്തുണയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം റഷ്യയുടെ ഈ മുന്നറിയിപ്പ് എത്രത്തോളം ഗൗരവതരമാണ്? റഷ്യയുടെ മുന്നറിയിപ്പ് വളരെ ഗൗരവതരമാണ്. നമ്മൾ അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ അതിലുണ്ട്. അത് വരുന്നതിന് മുമ്പ് അമേരിക്കയുടെ ഒരു സിറ്റുവേഷൻ പറയാം. ട്രംപ് ഇപ്പോൾ ഒരു ചെറിയ പ്രശ്നത്തിലാണ്. ട്രംപിന് യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് ഇടപെടണമെങ്കിൽ അവരുടെ സെനറ്റിൻ്റെ ഒരു സമ്മതം അത്യാവശ്യമാണ്. ആ അനുമതി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കൂടി ഒരു സിറ്റുവേഷനുണ്ട്. ചെറിയ ആക്രമണങ്ങളോ ഒരു ബോംബിങ്ങോ ഒക്കെ പറ്റിയേക്കും. അല്ലാതെ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിലേക്ക് പോകണമെങ്കിൽ സെനറ്റിൻ്റെ ഒരു അനുമതി അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അത് ട്രംപിനെ വലയ്ക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി റഷ്യയുടെ കാര്യം പറഞ്ഞാൽ, റഷ്യ ഇത്രയും ദിവസം വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. റഷ്യ ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാം എന്നൊക്കെ പറഞ്ഞ് അമേരിക്കയോടൊപ്പം നിൽക്കുകയായിരുന്നു, അമേരിക്കയോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് റഷ്യക്ക് തോന്നിയത് അമേരിക്ക ഇടപെടുകയും ഒരു യുദ്ധമായി ഇത് മാറുകയും ചെയ്യുമോ എന്ന്. അപ്പോൾ ഇപ്പോൾ ചെറിയതായിട്ട് കാര്യങ്ങൾ വെളിയിലോട്ട് വരികയാണ്. ഈ ആണവ നിലയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 200ഓളം റഷ്യക്കാർ അവിടെ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ റഷ്യക്ക് ഒരുപാട് താല്പര്യങ്ങളുണ്ട്. റഷ്യ ഇറാനെ ഇങ്ങനെ പുഷ്ടിപ്പെടുത്തി നിർത്തിയതിൽ ഒരു പങ്കുണ്ട്. അപ്പോൾ ആ പങ്കും കൂടെ ഇപ്പോൾ രഹസ്യമായിട്ട് വെളിയിൽ വരികയാണ്. ഈ ആണവ നിലയത്തിന്റെ പ്രവർത്തനങ്ങൾ അതീവ രഹസ്യമായി കൊണ്ടുകിടന്ന ഒരു രാജ്യം കൂടിയാണല്ലോ അല്ലെ. 89 മുതൽ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. 2009 ശേഷമാണ് പുറം ലോകം ഇത് അറിഞ്ഞത്. അപ്പോൾ അതിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ആരൊക്കെ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. താങ്കൾ പറയുന്നത് റഷ്യയിൽ നിന്നുള്ള വിദഗ്ധരടക്കം അതിലുണ്ട്. റഷ്യയുടെ 200ഓളം പേർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പിന്നെ ഫോർദോയൊക്കെ ബോംബിടുകയാണെങ്കിൽ അവർക്ക് ഉൾപ്പെടെ അപായം വരും എന്നുള്ളതാണ്. അപ്പോൾ റഷ്യയുടെ പൂച്ച പുറത്താകും. അവിടെ നിന്നുള്ളവർ വരെ ഇതിനകത്ത്. പക്ഷേ അത് മാത്രമായിരിക്കുമോ? അത് മാത്രമല്ല, പിന്നെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഈ രീതിയിൽ US-ഉമായിട്ടും ഒക്കെ ഒരു മത്സരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംവിധാനം ആവശ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അവർ ഈ US-ന് എതിരായിട്ടുള്ള ഒരു ലോബി അല്ലെങ്കിൽ ഒരു ചേരി ലോക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ ഖൊമേനി അടക്കമുള്ളവർ ശ്രമിച്ചുകൊണ്ടിരുന്നതാണ്. അതായത് ചൈന, റഷ്യ, ഇറാൻ, ഇതോടൊപ്പം മറ്റ് ചെറിയ രാഷ്ട്രങ്ങളെയും കൂടെ ചേർത്തുകൊണ്ട് അവർക്ക് ആ ഒരു മുന്നേറ്റം നടത്താനായിരുന്നു അവരുടെ പ്ലാൻ. ഇപ്പോൾ പക്ഷമായിട്ട് US അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. അവരുടെ കയ്യിലാണ് ലോകം എന്നുള്ള രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മറ്റൊരു ചേരിയില്ല, അല്ലെങ്കിൽ ലോകത്തൊരു പ്രതിപക്ഷമില്ലാത്ത അല്ലെങ്കിൽ ഒരു രണ്ടാം ചേരിയില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതായിരുന്നു ഇറാൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ അതിനോടൊപ്പം ഇറാൻ തൻ്റെ ശക്തിയും കൂടെ വർദ്ധിപ്പിക്കണമെന്നും ആ ശക്തി വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ അണുവായുധം അത്യാവശ്യമാണെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ രഹസ്യമായിട്ട് ഈ അണുവായുധത്തിലേക്ക്, അതിൻ്റെ നിർമ്മാണത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നത്. ഇതെല്ലാം പക്ഷേ ഇസ്രയേലിന് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. മൊസാദ് അവിടെ നിന്ന് കറക്റ്റായിട്ട് വിവരങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു. ഒരു മാസം കഴിഞ്ഞാൽ അണുബോംബ് കയ്യിലിരിക്കും. ആ അണുബോംബ് ബാലിസ്റ്റിക് മിസൈലിൽ ചേർത്ത് വിട്ടാൽ ഇപ്പോൾ വിട്ടിരിക്കുന്ന സാധനം ഒരെണ്ണം മതി ഇസ്രയേലിനെ തകർക്കാൻ എന്നുള്ളത് അവർക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് അവർ ട്രംപ് പറയുന്നതിന് മുമ്പ് തന്നെ ചാടി ആക്രമിച്ചത്. ട്രംപിൻ്റെ മൗനാനുവാദം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ തുടങ്ങണോ എന്നുള്ളത് ട്രംപിന് സംശയമായിരുന്ന ഒരു സാഹചര്യമാണ്. കാരണം ആ ഞായറാഴ്ചത്തെ ടോക്കും ഒക്കെ കൂടെ നടത്തി ഇവരെ വരുതിയിലാക്കാൻ പറ്റുമെന്ന് ഒന്നുകൂടെ നോക്കാമെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ വന്ന് ഏതെങ്കിലും വിധത്തിലൊരു കരാറോ മറ്റു കാര്യങ്ങളോ, ആ കരാർ വരാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും വിധത്തിൽ നിങ്ങൾ ഈ ബോംബുണ്ടാക്കുന്ന ഒരു സൂചന ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കും, നിങ്ങൾക്ക് ബോംബിടും എന്നുള്ളതായിരുന്നു ആ കരാർ. ആ കരാറിൽ ഇറാൻ ഒരു കാരണവശാലും യോജിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു ചാൻസ് എടുക്കാൻ ഇസ്രയേൽ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ കരാറിന് 2 ദിവസം മുമ്പേ വെള്ളിയാഴ്ച തന്നെ രാവിലെ തന്നെ ഈ ആക്രമണം അഴിച്ചുവിടുകയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ പ്രധാനമായിട്ടുള്ളത്, ഒന്നുകിൽ ഈ യുദ്ധം പെട്ടെന്ന് തീരണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഇതിനകത്ത് ഇടപെടണം, അല്ലെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ. അല്ല, അമേരിക്ക ഇടപെടണം എന്ന് പറയുമ്പോൾ അമേരിക്ക പറയുന്നത് നിരുപാധികമായ കീഴടങ്ങൽ ഉണ്ടാകണമെന്നാണല്ലോ ഇറാനോട് പറയുന്നത്. ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക കൂടെ ഇടപെടണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ
ഇറാനെ പൂർണ്ണമായും വരുതിയിലാക്കാൻ നോക്കുള്ളൂ. കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാഷ്ട്രമാണ്, ഏതാണ്ട് ഇന്ത്യയുടെ പകുതിയോളം വലിപ്പമുള്ള ഒരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിനെ ഹമാസിനോട് അറ്റാക്ക് ചെയ്ത പോലെ പെട്ടെന്ന് അടിച്ച് 1-2 ദിവസം കൊണ്ടോ ഏതാനും ആഴ്ചകൾ കൊണ്ടോ തീർക്കാവുന്ന ഒരു യുദ്ധമായിരിക്കില്ല എന്ന് ഒരു പക്ഷേ അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കാതെ, അമേരിക്കയുടെ സഹായം ലഭിക്കാതെ കീഴടക്കുക എന്നത് തന്നെ പ്രാക്ടിക്കലാണോ? തീർച്ചയായിട്ടും പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് നെതന്യാഹു പറയുന്നത് പിന്നിൽ നിന്ന് ഉപദേശം തരികയും വായാട്ടം നടത്തുകയും ചെയ്യാതെ മുമ്പോട്ട് വന്ന് ഞങ്ങളോട് യുദ്ധത്തിൽ പങ്കെടുക്കൂ എന്നിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധത്തിൽ നിങ്ങളും കൂടെ പങ്കാളിയാകണം, പ്രത്യേകിച്ച് നിങ്ങൾ ബങ്ക് ബസ്റ്റർ ബോംബുകൾ തന്നെ നിങ്ങൾ എനിക്ക് തരണം, അത് ഞങ്ങൾ ഈ ഫൊർദോയിലൊക്കെ കൊണ്ടിട്ടാൽ മാത്രമേ നമ്മുടെ മിഷൻ സക്സസ് ആവുള്ളൂ. നമ്മുടെ മിഷൻ അതാണല്ലോ, അനുഭവം ഉണ്ടാക്കരുത്. അത് സക്സസ് ആകണമെങ്കിൽ ഫൊർദോയിൽ ഒരു സ്ഫോടനം നടക്കണം. അതാണ് അവരുടെ യഥാർത്ഥ ഡിമാൻഡ്. ശരി, ഇവിടെ ശ്രീ മോഹൻ വർഗീസ്